അതിഥി തൊഴിലാളികളുടെ കല്ലേറിൽ ആലുവയിൽ പോലീസുകാരന് ഗുരുതരമായി പരിക്കേറ്റു. ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ രാജേഷിനെയാണ് പരിക്കുകളോടെ ആലുവ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആലുവ പമ്പ് കവലയിൽ മാനസിക രോഗിയായ അതിഥി തൊഴിലാളി വാഹനങ്ങൾക്കു നേരെയും നാട്ടുകാർക്കു നേരെയും കല്ലെറിയുന്നുവെന്ന പരാതിയെ തുടർന്നാണ് പോലീസ് എത്തിയത്. ഇയാളെ പിടികൂടാൻ ശ്രമിക്കവേ വലിയൊരു കല്ലെടുത്ത് രാജേഷിന്റെ ദേഹത്തേക്ക് എറിയുകയായിരുന്നു. രാജേഷിന്റെ ചെവിക്ക് പിന്നിൽ ഗുരുതരമായ പരിക്കേറ്റു. അക്രമസക്തനായ അതിഥി തൊഴിലാളിയെ ബലം പ്രയോഗിച്ച് മറ്റു പോലീസുകാർ പിടികൂടി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഗൾഫ് എന്നാണ് കേരളം അറിയപ്പെടുന്നത്. വൈറ്റ് കോളർ ജോലി മാത്രം മതിയെന്ന ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന മലയാളികൾ തന്നെയാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ കേരളത്തിലേക്ക് എത്തിക്കുന്നതെന്നാണ് വസ്തുത. മലയാളികൾ ചെയ്യാൻ മടിക്കുന്ന ജോലികൾ യാതൊരു മടിയും കൂടാതെ ചെയ്ത് അവർ സംസ്ഥാനത്ത് നിലയുറപ്പിക്കുന്നു. കുറഞ്ഞ വേതനവും മറ്റു ആനുകൂല്യങ്ങൾ നൽകേണ്ടതില്ലാത്തതും അവരെ ഇടനിലക്കാർ പ്രിയരാക്കുന്നു. കഠിന ജോലികൾ കേരളത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുത്തകയായി മാറിയിരിക്കുകയാണ്. അതേസമയം തൊഴിൽ ലക്ഷ്യം മാത്രം മുൻനിർത്തി സംസ്ഥാനത്ത് വന്നു താമസിക്കുന്നവരിൽ കൊടും ക്രിമിനലുകളും ബംഗ്ലാദേശിൽ നിന്നുള്ളവരുമുണ്ടെന്നുള്ളതാണ് ഗൗരവമായി ചിന്തിക്കേണ്ട വസ്തുത. രേഖകളൊന്നുമില്ലാത്തവരും വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ഇവർ കേരളത്തിലെത്തിയത്. കൂട്ടത്തോടെ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നിന്നും ഇത്തരക്കാരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. പ്രമാദമായ കേസുകളിൽ ഇവർ ഉൾപ്പെടുമ്പോൾ മാത്രമാണ് ഇത്തരക്കാരുടെ ചരിത്രം തിരക്കി പോലീസ് രംഗത്തെത്തുന്നതും. ന്യൂസ് 95 ആലുവ.